വീണ്ടും കാത്തിരിപ്പിനൊടുവിൽ റഹീം വീട്ടിലെത്തി. റിയാദിലെ 20 വർഷത്തെ ജയിൽവാസത്തിനൊടുവിൽ മരണശിക്ഷയിൽ നിന്ന് ജീവൻ തിരിച്ചുപിടിച്ച അബ്ദുൾ റഹീം കോഴിക്കോട് ഫറോക്കിലെ വീട്ടിലെത്തി. വൈകാരികമായ രംഗങ്ങൾക്കാണ് കോടമ്പുഴയിലെ വസതി സാക്ഷ്യം വഹിച്ചത്. മോചനത്തിനായി ഒപ്പം നിന്നവർക്ക് നിറമിഴികളോടെ അബ്ദുൾ റഹീമും ഫാത്തിമയും നന്ദി പറഞ്ഞു. അബ്ദുൾ റഹീമിന്റെ മോചനത്തിനായി 24 ഉൾപ്പെടെ നടത്തിയ പരിശ്രമങ്ങളാണ് ഒടുവിൽ ഫലം കണ്ടത്. ഉമ്മയും മകനും പരസ്പരം കെട്ടിപ്പിടിക്കുന്നതും കണ്ണീരോടെ സംസാരിക്കുന്നതും തോരാത്ത കണ്ണീരുമായി കാത്തിരുന്ന ഉമ്മ ഫാത്തിമയെ പ്രിയപ്പെട്ട മകൻ കണ്ടപ്പോൾ തറവാട് വീടായ സീനത്ത് മനസ്സിലിൽ സന്തോഷ പെരുന്നാളായി. കണ്ണീരിന്റെ 20 പെരുന്നാളുകൾക്കൊടുവിൽ ഇനി മുതൽ അബ്ദുൾ റഹീം ഉമ്മയ്ക്കും സഹോദരങ്ങൾക്കും പ്രിയപ്പെട്ടവർക്കുമൊപ്പം. പുതുജന്മത്തിന് വഴിയൊരുക്കിയ മുഴുവൻ പേർക്കും നിറമിഴികളോടെ അബ്ദുൾ റഹീം നന്ദി പറഞ്ഞു. ആദ്യമായി ലോകരക്ഷിതാവിനെ സ്തുതിച്ചുകൊണ്ട് ലോക മലയാളികൾക്കും എൻ്റെ നാട്ടുകാർക്കും വിദേശത്തുള്ള മലയാളികൾക്കും സുഹൃത്തുക്കൾക്കും സഹായിച്ച എല്ലാ വ്യക്തികൾക്കും വളരെ വളരെ നന്ദി അറിയിക്കുന്നു. ഈദ് മുബാറക് ആശംസകൾ. മകൻ തിരികെ എത്തിയതിന്റെ സന്തോഷത്തിൽ ഉമ്മ ഫാത്തിമയുടെ വാക്കുകൾ ഇടറി. അൽഹംദുലില്ലാ എൻ്റെ കുട്ടീനെ തമ്മ വെക്കണി, എൻ്റെ കുട്ടീൻ്റെ തെറ്റി കിട്ടി. അൽഹംദുലില്ലാ എത്ര കണ്ട് സൂക്ഷിക്കണം. നിങ്ങളൊക്കെ സേവനം കൊണ്ട് താനെത്തി. എല്ലാവർക്കും സന്തോഷം മക്കളെ. ഇതിനൊക്കെ ഫലം അള്ള തരും, അല്ലാതെ ഞാൻ തന്നാൽ തയ്യൂല. എനിക്ക് അത്രയും കളെ കൊണ്ടൊക്കെ ഉപകാരം കിട്ടും. പെരുന്നാള് വലിയ പെരുന്നാൾ തന്നെയായി. പെരുന്നാൾ 2 പെരുന്നാൾ, ഒന്നിൻ്റെ പെരുന്നാൾ, ഒന്ന് അള്ളാൻ്റെ പെരുന്നാൾ. ഇന്ന് രാവിലെ 7:30യോടെയാണ് അബ്ദുൾ റഹീം കരിപ്പൂർ വിമാനത്താവളത്തിൽ എത്തിയത്. 2006 സൗദി പൗരന്റെ മരണവുമായി ബന്ധപ്പെട്ട കേസിൽ ജയിലിലായിരുന്നു അബ്ദുൾ റഹീം. ദിയാദനം സ്വീകരിച്ച് സൗദി കുടുംബം മാപ്പ് നൽകിയതോടെയാണ് അബ്ദുൾ റഹീമിന്റെ മോചനം സാധ്യമായത്. ടീം 24 കോഴിക്കോട്. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ യൂട്യൂബ് ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.